ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഊർജ്ജിതം. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. കേരളത്തിൽ മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 25 വരെ അവസരം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 4 സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരെയും പോലീസ് സൂപ്രണ്ടുമാരെയും സ്ഥലം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക വനദിനം. IPL ട്വന്റി ക്രിക്കറ്റ് 17ാം പതിപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പത്രികകളാണ് സ്വീകരിച്ചു തുടങ്ങിയത്. ബീഹാറിൽ മാർച്ച് 28-നും മറ്റിടങ്ങളിൽ 27-നുമാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. 60-അംഗ അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്കും 32-അംഗ സിക്കിം നിയമസഭയിലേക്കുമുള്ള നാമനിർദ്ദേശ പത്രികകളും സ്വീകരിച്ചു തുടങ്ങി. 2 സംസ്ഥാനങ്ങളിലും ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ ഊർജ്ജിതമായി തുടരുന്നു. മണ്ഡല പര്യടനത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മാർച്ച് 18 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,72,80,160 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർക്കാത്തവർക്ക് മാർച്ച് 25 വരെ ഇതിന് അവസരമുണ്ട്. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിക്കും. എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം, ശൌചാലയം, റാമ്പ്, വൈദ്യുതി തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. ഗുജറാത്ത്, പഞ്ചാബ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിൽ ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടുമായി നിയമിതരായ നോൺ കേഡർ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുമായുള്ള ബന്ധം കണക്കിലെടുത്ത് പഞ്ചാബിലെ ബെതിന്ദ SSPയെയും അസമിലെ സോനിത്പൂർ SPയെയും സ്ഥലം മാറ്റാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ വസ്തുവകകളിൽ പതിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത പരസ്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ കാണുന്നു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവ് നൽകിയത്. സുപ്രീംകോടതി വളപ്പിലെ പ്രവേശന ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ തുടർച്ചയായാണ് ഹെൽപ്പ് ഡെസ്ക് തുറക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൌരന്മാർ, ഗർഭിണികൾ തുടങ്ങി പ്രത്യേക സഹായം ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും സഹായം നൽകുന്നതിനാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. കൂടുതൽ വായ്പയെടുക്കാൻ അനുവദിക്കണം എന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചെലവ് നിയന്ത്രിക്കണം എന്ന കർശന വ്യവസ്ഥകളോടെ 5000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും നിർദ്ദേശം സംസ്ഥാനം സ്വീകരിച്ചില്ല. ചർച്ച പൂർണ്ണ വിജയമാകാത്ത സാഹചര്യത്തിലാണ് ഹർജി ഇന്ന് പരിഗണിക്കാം എന്ന് സുപ്രീംകോടതി അറിയിച്ചത്. സർക്കാർ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകൾക്കും മാർച്ച് 31 ഞായറാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക്. ഇത് സംബന്ധിച്ച സർക്കാർ അഭ്യർത്ഥന പരിഗണിച്ചാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയത്. ജൂലൈ 7-ന് നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷ ജൂൺ 23-ലേക്ക് മാറ്റിയതായി ദേശീയ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. എന്നാൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടുന്നതിനുള്ള ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള കട്ട് ഓഫ് തീയതി ഓഗസ്റ്റ് 15 ആയി തന്നെ തുടരും. ജൂലൈ 15-ന് ഫലം പ്രഖ്യാപിച്ച് സെപ്റ്റംബർ 16-ന് ക്ലാസുകൾ ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
രക്ഷാസമിതിയിലെ പരിഷ്കാരങ്ങളെ എതിർത്തതിന് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് മോഡലിനെ ഇന്ത്യ വിമർശിച്ചു. ആഫ്രിക്കൻ ഗ്ലോബൽ സൌത്ത് പ്രാതിനിധ്യത്തിന്റെ അഭാവവും സ്ഥിര അംഗത്വ രീതിയിൽ മാറ്റമില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ് വിമർശനം ഉന്നയിച്ചത്. രക്ഷാസമിതിയുടെ ഘടനയിൽ മാറ്റം വേണമെന്ന ഭൂരിപക്ഷം രാജ്യങ്ങളുടെയും അഭിപ്രായത്തിന് എതിരാണ് UFC മോഡലെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോക വനദിനം. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് 21 ലോക വനദിനമായി ആഘോഷിക്കുന്നത്. പൂർണ്ണമായും നഷ്ടപ്പെട്ടതോ നശിപ്പിക്കപ്പെട്ടതോ ആയ വന ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ് അന്താരാഷ്ട്ര വനദിനം നൽകുന്ന സന്ദേശം. സംസ്ഥാനത്ത് കനത്ത ചൂടിൽ വനത്തിനുള്ളിലെ നീർച്ചാലുകൾ വറ്റിവരണ്ടത് മൃഗങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മീനച്ചൂടിൽ വനത്തിനുള്ളിലെ നീർച്ചാലുകൾ മിക്കവയും വറ്റിവരണ്ടതോടെ ഉൾവനത്തിലേക്ക് നീരുറവ തേടി കിലോമീറ്ററുകൾ താണ്ടിയാണ് മൃഗങ്ങൾ പലതും കുടിവെള്ളം കണ്ടെത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നീർ റാന്നി വനമേഖലയിലുള്ള നീർച്ചാലുകളിൽ അണക്കെട്ടുകളോട് ചേർന്ന പ്രദേശങ്ങളിൽ ഒഴികെ ബാക്കി നീർച്ചാലുകളൊക്കെ തന്നെ വേനൽ കനത്തതോടെ വറ്റിവരണ്ട അവസ്ഥയിലാണ്. വനമേഖലയിൽ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ള കുളങ്ങളിൽ ചിലതിൽ മാത്രമാണ് വെള്ളമുള്ളത്. വേനലിന്റെ കാഠിന്യമേറിയതോടെ വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ പോലും ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇറങ്ങുന്ന പ്രവണതയും കൂടിവരികയാണ്. വനസംരക്ഷണത്തിനും വനവൽക്കരണത്തിനും വൃക്ഷവത്കരണത്തിനുമായി പുത്തൻ ആശയങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന വനം വകുപ്പിനായിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനത്തിനായി നയരേഖ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്നതിൽ അഭിമാനമുണ്ടെന്നും അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ ദുരന്തങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്നതായും ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനും നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്താനും വനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് നടപ്പു സാമ്പത്തിക വർഷം മാർച്ച് 17 വരെയുള്ള കാലയളവിൽ പ്രത്യക്ഷ നികുതി വരുമാനം 18.90 ലക്ഷം കോടി രൂപയിലെത്തി. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ചേർന്ന തുകയാണ് ഇത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19.88% വരുമാന വളർച്ചയെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു. കോർപ്പറേറ്റ് നികുതി 9.14 ലക്ഷം കോടി രൂപയും വ്യക്തിഗത ആദായ നികുതി 9.72 ലക്ഷം കോടി രൂപയുമാണ്. ഈ കാലയളവിൽ 3.36 ലക്ഷം കോടി രൂപ റീഫണ്ടായി നൽകി. IPL 2020 ക്രിക്കറ്റ് 17ാം സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ചെന്നൈയിലെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജും പ്രയാൻഷു രജാവത്തും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഹോങ്കോങ് താരം ലീ ച്യൂക് ഇയുവിനെ 21-12, 21-15 എന്ന സെറ്റുകൾക്കാണ് പ്രിയാൻഷു പരാജയപ്പെടുത്തിയത്. ജപ്പാന്റെ തകുമ ഒബയാഷിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് മലയാളി താരം കിരൺ ജോർജ് പരാജയപ്പെടുത്തിയത്. മിക്സഡ് ഡബിൾസിൽ സതീഷ് കുമാർ കരുണാകരൻ ആദ്യ വാര്യത്ത് സഖ്യം മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. വനിതാ ഡബിൾസിലും ട്രീഷ ജോളി, ഗായത്രി ഗോപിചന്ദ്, അശ്വിനി പൊന്നപ്പ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൌദിയിലെ അബഹയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30-ക്കാണ് മത്സരം. പാലാ കടപ്പാട്ടൂരിൽ ജിമ്മിലെ വ്യായാമത്തിനിടെ +2 വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. കടപ്പാട്ടൂർ തൊമ്മനാമറ്റത്തിൽ 17 വയസ്സുള്ള ഗൌരി കൃഷ്ണയാണ് മരിച്ചത്. സംഭവം പോലീസ് അന്വേഷിക്കും. സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് താപനില. ലോകത്ത് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുകയാണെന്നും പുനഃചംക്രമണ നിരക്ക് ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നും ഐക്യരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. 2022-ൽ ഏകദേശം 62 ദശലക്ഷം ടൺ ഈ മാലിന്യം ഉത്പാദിപ്പിക്കപ്പെട്ടുവെന്നും 2030ഓടെ ഇത് 82 ദശലക്ഷം ടണ്ണിലെത്തുമെന്നും UN ഏജൻസിയായ യുണിച്ചാർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഊർജ്ജിതം. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. കേരളത്തിൽ മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 25 വരെ അവസരം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 4 സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരെയും പോലീസ് സൂപ്രണ്ടുമാരെയും സ്ഥലം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക വനദിനം. IPL 2020 ക്രിക്കറ്റ് 17ാം പതിപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.